എൻ്റെ പേര് ജോഫിൻ ഫ്രാൻസിസ്. ഞാൻ വൺ ഓഫ് ദി കോ-ഫൗണ്ടേഴ്സ് ഓഫ് ദി മഡ്ബ്രൂ കഫേ ക്യുസാറ്റ്. ദി മഡ്ബ്രൂ കഫേ എന്ന ഒരു ആശയത്തിലേക്ക് നമ്മളിവിടെ എത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് റിലീഫ് എന്നൊരു കൺസെപ്റ്റ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടാണ്. അപ്പം ഒരാൾക്ക് ഒരു ഫാമിലി ആയിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്, ഇപ്പം നമ്മളൊരു കഫേ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. അതേസമയം നിങ്ങൾ ദി മഡ്ബ്രൂ കഫേയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം, ഒപ്പം പോട്രി ആക്ടിവിറ്റി ചെയ്യാം, അതിനൊപ്പം തന്നെ RC ഗെയിമിംഗ് ഫണ്ട്സും എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മളിതിൻ്റെ ഫുൾ ആർക്കിടെക്ചർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഫുള്ളി ഇൻസ്റ്റഗ്രാമബിൾ ആൻഡ് എസ്തെറ്റിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അത് ഫുൾ നമുക്ക് ഫ്രം സ്റ്റാർട്ട് ടിൽ ദ എൻഡ് പ്രൈം ഡെക്കർ ടീമും അതിൻ്റെ അത് പ്രിയങ്ക മാമിൻ്റെ സപ്പോർട്ടായിരുന്നു. നമുക്ക് വളരെ ഫ്രം സ്റ്റാർട്ട് ടിൽ ദ എൻഡ് നമുക്കിവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അവരുടെ ഒരു ഇന്നോവേഷൻ ആണെങ്കിലും അവരുടെ സൈഡിൽ നിന്നുള്ള ഒരു സപ്പോർട്ടാണെങ്കിലും നമുക്ക് എന്ത് ആവശ്യം വന്നാലും ഓൺ ടൈമിൽ നമ്മുടെ ഒപ്പം വന്ന് നിന്ന് അതിനകത്ത് എന്ത് ചേഞ്ച് വരുത്തണം എന്നുള്ള ഏത് രീതിയിലുള്ള സപ്പോർട്ട് വേണമെങ്കിലും അവരുടെ കയ്യിൽ നിന്നുണ്ടായിരുന്നു നമുക്ക്. അപ്പം ടീമിൻ്റെ ഫുൾ സപ്പോർട്ട് ഫ്രം ദി ബിഗിനിങ് ടിൽ എൻഡ്, ഓരോ ഡിസൈനിങ് പാർട്ടാണെങ്കിലും ഒരു നമ്മളിവിടെ യൂസ് ചെയ്യുന്ന എസ്തെറ്റിക്കായിട്ട് ബിൽഡ് ചെയ്യാനുള്ള സാധനങ്ങളുടെ പർച്ചേസ് ആണെങ്കിലും കളർ ചോയ്സ് തുടങ്ങിയ എല്ലാ കാര്യത്തിലും ഇവരുടെ ടീമിൻ്റെ 100% ഇവാലുവേഷൻ ആൻഡ് സപ്പോർട്ട് ഉണ്ടായിരുന്നു നമുക്ക്. നമ്മുടെ ഈ വർക്കിൻ്റെ ഔട്ട്കം ആണ് നമുക്ക് ഈ ദ മഡ്ബ്രൂ കഫേ ഹൗ ഇൻസ്റ്റഗ്രാമബിൾ ആൻഡ് എസ്തെറ്റിക് ആണെന്ന് നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയാസ് തന്നെ കാണാൻ പറ്റും. വളരെയധികം ആൾക്കാർ വരുന്നുണ്ട്, ഓരോ പോയിന്റ് ടു പോയിന്റ്. ഇതിൻ്റെ അത് ഏത് സൈഡ് എടുത്താലും ആൾക്കാർക്ക് ഫോട്ടോസ് ഷൂട്ട് ചെയ്യാനും എല്ലാ സർവീസിനുമുള്ള സൗകര്യം ഇവിടെയുണ്ട്. ഈവൻ നമ്മളുടെ ഫാമിലീസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ചത് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്ര ഇൻസ്റ്റഗ്രാമബിൾ ആക്കാൻ പറ്റിയത് എന്നുള്ളതാണ്. ഓൾ താങ്ക്സ് ടു ദ പ്രൈം ഡെക്കർ ടീം ആൻഡ് പ്രിയങ്ക മാം. താങ്ക് യു.